everybody, welcome back to my YouTube channel. എന്താണ് പിന്നെ പരിപാടികൾ? എല്ലാവരും സുഖമായിരിക്കുന്നോ? ഇന്ന് ഒരു സാറ്റർഡേ ആണ്, ജോലിക്കൊന്നും പോകണ്ട. എവറി അതർ വീക്കെൻഡ് ഞാൻ വർക്ക് ചെയ്യും, ബട്ട് ഈ വീക്കെൻഡ് ഞാൻ ഓഫാണ്. നാളെയും ഞാൻ ഓഫാണ്. അപ്പോൾ ഇന്നൊരു വളരെ സ്ലോ ഡേ ആണ്. അപ്പോൾ ഞാൻ ഓർത്ത് ഒരു വ്ളോഗ് ചെയ്യാം. ഞാനും നിങ്ങളും ഒരുമിച്ചിരുന്ന് സംസാരിച്ചിട്ട് കുറേ ദിവസമായല്ലോ. സോ വൈ നോട്ട് ഡു എ വ്ളോഗ്. അപ്പോൾ എന്താണ് പിന്നെ വേറെ വിശേഷങ്ങൾ? ഇവിടെ ഇങ്ങനെ മഞ്ഞൊക്കെ മാറി തുടങ്ങി കേട്ടോ. ബാക്കിയുള്ള യൂറോപ്യൻ കൺട്രീസിലും വേറെയുള്ള കൺട്രീസിലുമൊക്കെ പണ്ടേ സ്പ്രിങ് വന്നു. ബട്ട് ഞങ്ങൾക്ക് സ്പ്രിങ് വളരെ 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 സ്ലോ ആയിട്ടാണ് വന്നത്. ഏപ്രിൽ 20th വരെ നമ്മളുടെ നിലത്ത് മഞ്ഞുണ്ടായിരുന്നു. അത് പതുക്കെ മാറി വെയിൽ വന്നു തുടങ്ങി. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമ്മളിപ്പോൾ നല്ല വെയിലൊക്കെ കിട്ടുമ്പോൾ, അതായത് 20 degrees വരെയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പോയി. അതിനുശേഷം ഇന്നലെ 9 degrees നല്ല കാറ്റും. അപ്പോൾ വീണ്ടും എനിക്ക് ജാക്കറ്റൊക്കെ ഇടേണ്ട വന്നു. അപ്പോൾ അതാണ് പ്രശ്നം. ഇപ്പം നല്ല മൈനസ് ടെമ്പറേച്ചറിൽ പോയിട്ട് -10 എത്തുമ്പോൾ ഒരു സുഖമായിരുന്നു. ബട്ട് അതേസമയം ഇപ്പോൾ നല്ലൊരു ചൂടുള്ള കാലാവസ്ഥയിൽ പോയിട്ട് വീണ്ടും ടെമ്പറേച്ചർ ഡ്രോപ്പ് ചെയ്യുമ്പോഴുണ്ടല്ലോ, ഐ ഹേറ്റ് ദിസ് ട്രാൻസിഷൻ. ഇറ്റ്സ് റിയലി ക്രേസി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം തണുപ്പ് ചൂട് മാറി ഇങ്ങനെ വരും. അത് വലിയ സുഖമുള്ള പരിപാടിയൊന്നുമല്ല. എന്തായാലും whatever, we are done with the snow, so it's happy news so far. മഞ്ഞ് നിന്ന് കഴിഞ്ഞു. ചെടികളിലും മരങ്ങളിലുമൊക്കെ ഇങ്ങനെ പുതിയ ഇലകളും പുതിയ പൂക്കളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അത് കാണാനൊക്കെ നല്ല രസമാണ്. നമ്മൾ ഈ പറയില്ലേ, ഈ വെതറിനനുസരിച്ചൊക്കെ നമ്മളുടെ മൂഡ് മാറും. മൂഡിനൊരു നമ്മളുടെ ഒരു മൂഡ് തന്നെ ചേഞ്ച് ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട്. അത് ഇവിടെ വന്നിട്ടാണ് എനിക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലായത്. ഒരു നല്ലൊരു സൂര്യ വെളിച്ചമുള്ള ദിവസമാണെങ്കിൽ അത് ബി സോ ഹാപ്പി. ബട്ട് അറ്റ് ദ സെയിം ടൈം ഒരു ക്ലൗഡി ഇരുണ്ട് കൂടിയൊരു ദിവസമാണെങ്കിൽ അയ്യോ എന്ന് തോന്നും. അതുപോലെയൊക്കെയാണ്. പക്ഷെ എന്തായാലും ഇപ്പോൾ നമ്മൾ മഞ്ഞൊക്കെ മാറി ഒരു നല്ലൊരു കാലാവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇറ്റ്സ് ഹാപ്പി. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് എന്തോ ഒരു മിസ്സിങ് ഫീലിംഗ് പോലെയോ എന്തോ ഒരു അൺമോട്ടിവേറ്റഡ് ഫീലിംഗ് പോലെയോ ഒക്കെ എനിക്കിങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു. എപ്പോഴും അങ്ങനെ എനിക്ക് തോന്നാറില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഇമോഷൻസൊക്കെ പെട്ടെന്ന് വന്നിട്ട് പെട്ടെന്ന് പോകുന്ന പോലെയാണ്. അപ്പം ലൈഫിൽ ഇതുവരെ എടുത്ത തീരുമാനങ്ങളൊക്കെ ഇങ്ങനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള തോട്ട്സും ചെയ്യുന്നതൊക്കെ ശരിയാണോ, നമ്മൾ എന്തിൻ്റെ പുറകിലാണ് പോകുന്നേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള നമുക്ക് അങ്ങനെ ഒരു മനസ്സിലൊരു സമരം നടക്കില്ലേ. എനിക്ക് അങ്ങനെയൊക്കെ ഇടയിൽ തോന്നാറുണ്ട്. നിങ്ങൾക്കും അങ്ങനെയൊക്കെ തോന്നാറുണ്ടോ എനിക്കറിയില്ല. ബട്ട് എവറി ടൈം ഇപ്പോൾ ലൈഫിൻ്റെ ഈ ഒരു ഏജിലെത്തി നിൽക്കുന്ന സമയത്ത് ഐ ഡോണ്ട് റിയലി സ്ട്രെസ് മൈസെൽഫ് എ ലോട്ട്. അത് കുറേയൊക്കെ ജീവിതത്തിൽ നിന്ന് പഠിച്ച കാര്യങ്ങളാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വി ടോക്ക് ടു അവർ സെൽഫ് എ ലോട്ട്, അല്ലേ? നമ്മൾ മറ്റുള്ളവരെ ആരെ കാണുന്നതിനേക്കാളും നമ്മൾ നമ്മുടെ അടുത്താണ് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മളുമായിട്ടാണ് നമ്മളൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നതും. ബട്ട് മോസ്റ്റ് ഓഫ് ദ ടൈം വി ആർ നോട്ട് സോ കൈൻഡ് ടു അവർ സെൽഫ്. നമ്മളെപ്പോഴും നമ്മുടെ തീരുമാനങ്ങളെയും നമ്മുടെ ചോദ്യങ്ങളെയും കുറേ റിഗ്രറ്റ്സും കുറേ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള വറീസും കുറച്ച് പാസ്റ്റിനെ കുറിച്ചുള്ള റിഗ്രറ്റ്സും, അല്ലെങ്കിൽ നമ്മളെ തന്നെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ കുറേയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഐ സ്റ്റാർട്ടഡ് ടു ബി കൈൻഡ് ടു മൈസെൽഫ്. ആൻഡ് അത് എന്നെ ഹീൽ ചെയ്യാനും കുറേയൊക്കെ പ്രൊഡക്റ്റീവായി നിർത്താനും കുറേയൊക്കെ ഹാപ്പിയായി നിർത്താനും കുറേയൊക്കെ കണ്ടൻ്റായിട്ട് ഫീൽ ചെയ്യാനും ഒക്കെ എന്നെ സഹായിച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഈ ഒരു ഏജിൽ എത്തി നിൽക്കുന്ന സമയത്ത് എനിക്കിപ്പോൾ അങ്ങനെ വലിയൊരു സ്ട്രെസ്ഫുള്ളും പല കാര്യങ്ങളും ഉണ്ടെങ്കിലും അങ്ങനെ വലിയ സ്ട്രെസ്സൊന്നും എടുക്കാറില്ല. ഇങ്ങനെ ഓക്കെ പോകുന്നത് പോലെ പോകട്ടെ, അല്ലെങ്കിൽ അതെങ്ങനെ ബെറ്റർ ചെയ്യാൻ നോക്കാം എന്നൊക്കെയാണ് നോക്കുന്നത്. ലാസ്റ്റ് 2 days ആയിട്ട് എന്തോ ഒരു അൺമോട്ടിവേറ്റഡ് ആയിട്ടും ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഐ ഡോണ്ട് നോ ദ കോസ്. പിന്നെ ഇങ്ങനെ മെൻസ്ട്രൽ സൈക്കിളിൻ്റെ മൂഡ് സ്വിങ്സ് ഒക്കെയാണെന്ന് പറയുന്നത് എനിക്കതങ്ങനെ വലിയ എവിഡൻ്റ് ഒന്നും അല്ല. മൂഡ് സ്വിങ്സ് ഒന്നും എനിക്ക്
എഫക്റ്റ് ചെയ്യാറൊന്നും ഇല്ല. പിന്നെയും കാനഡയിലേക്ക് മാറിയിട്ടും ഈ വെതർ കണ്ടീഷനും ഒക്കെ കാരണമാണ് ചിലപ്പോൾ ഇങ്ങനെ നമ്മുടെ മൂഡ് സ്വിങ്സൊക്കെ എനിക്ക് കുറച്ചെങ്കിലും മനസ്സിലായി തുടങ്ങിയത്, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഉണ്ടെന്നൊക്കെ തോന്നി തുടങ്ങിയത്. അതെന്തായാലും അതൊന്നും കൊണ്ടല്ല. ബട്ട് എപ്പോഴും എനിക്ക് ഇങ്ങനെയൊക്കെ മനസ്സിൽ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും അല്ലെങ്കിൽ എന്നോട് തന്നെ ഞാൻ ഒരു പോരാട്ടം, ഒരു സമരം ഞാനും എൻ്റെ മൈൻഡും തമ്മിൽ നടക്കുമ്പോഴൊക്കെ കുറച്ചുകൂടെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യും, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യുകയൊക്കെ ചെയ്യാനൊക്കെ ആയിരിക്കും ശ്രമിക്കുക. മേ ബി ചിലപ്പോൾ അങ്ങനൊരു ട്രാൻസാക്ഷൻ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഒരു കാര്യം, ഇതുവരെ ഞാൻ ആരോടും ഇത് പറഞ്ഞിട്ടില്ല. ലാസ്റ്റ് ഫ്യൂ ഡേയ്സ് ഞാൻ എൻ്റെ കോവർക്കറിനോട് ഇങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ ഡെവലപ്പ് ചെയ്തൊരു കോൺവെർസേഷനാണ്. ഐ ഡോണ്ട് നോ, ഇത് ഞാൻ നിങ്ങൾ മാത്രം തമ്മിലുള്ള കോൺവെർസേഷനാണ് കേട്ടോ. ഐ ഡോണ്ട് നോ where this comes from, but I have a very worst baby fever. എന്തുകൊണ്ടാണ് എൻ്റെ ചുറ്റും കുറേ പിള്ളേരുള്ളതുകൊണ്ടോ പ്രഗ്നൻറ്റ് വുമൻസ് ഉള്ളതുകൊണ്ടോ എന്താണെന്ന് എനിക്കറിയില്ല, ബട്ട് ഐ ഹാവ് ദാറ്റ് ഫീലിംഗ്. ഐ റിയലി ക്രേവ് ടു ഹോൾഡ് എ ബേബി എന്നൊക്കെ എനിക്ക് തോന്നുന്നു. ബട്ട് അറ്റ് ദിസ് പോയിൻ്റ് ഓഫ് ടൈം അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാനുള്ളൊരു സിറ്റുവേഷനേ അല്ല. സോ വാട്ട് എവർ, മേ ബി കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഈ തോട്ട്സൊക്കെ അങ്ങ് പോകുമായിരിക്കും. ബട്ട് എനിക്കങ്ങനെ ഇടയിൽ തോന്നുന്നുണ്ടായിരുന്നു. ആൻഡ് യു നോ വാട്ട്, എൻ്റെ ഉള്ളിലുള്ള വണ്ടറബിൾ തോട്ട്സും അല്ലെങ്കിൽ ഇൻസെക്യൂർഡ് ആയിട്ടുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ ഞാൻ ഇതുവരെ ആരും ഷെയർ ചെയ്യാത്ത കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. സോ ഐ ലിറ്ററലി ക്യാൻ ഫീൽ യു ഗൈസ്. നിങ്ങൾ അപ്പുറത്ത് നിന്ന് കേൾക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഡിവൈസ് ഹോൾഡ് ചെയ്തു അല്ലെങ്കിൽ ടി വിയിലോ അല്ലെങ്കിൽ ലാപ്പിലോ പ്ലേ ചെയ്യുന്നത് എനിക്ക് റിയലായിട്ട് കാണുന്ന പോലെ, അല്ലെങ്കിൽ ഞാനും നിങ്ങളും വളരെ അടുത്തടുത്തിരുന്ന് സംസാരിക്കുന്ന പോലെയൊക്കെ എനിക്ക് ശരിക്കും തോന്നി തുടങ്ങിയിട്ടുണ്ട്. I still remember when the very first time that I vlogged for YouTube. എനിക്കിങ്ങനെ തുടർന്ന് സംസാരിക്കാനൊരു ക്യാപ്പബിലിറ്റി ഉണ്ടെങ്കിലും ക്യാമറയുടെ മുമ്പിൽ വന്നിട്ട് എനിക്ക് എന്താ പറയണ്ടേ എന്നൊക്കെ ഞാനിങ്ങനെ ആദ്യം ആലോചിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ഇപ്പോൾ അതൊരു ഫ്ലോയിൽ ഇങ്ങനെ വരും. എനിക്ക് നിങ്ങളൊരു ആക്ച്വൽ പേഴ്സണായിട്ട് എനിക്ക് അവിടെ ഇരുന്ന് എന്നെ കാണുന്ന, എൻ്റെ കൂടെ ചിരിക്കുന്ന, എൻ്റെ കൂടെ വിഷമിക്കുന്നതും ഒക്കെ എനിക്കങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ദാറ്റ്സ് എ വെരി പ്യുവർ ഫീലിംഗ്. നല്ലൊരു സുഖമുള്ളൊരു ഫീലിംഗ് ആണ്. ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് ഒരു ടൈം എന്ന് പറയുന്നത്. ഞാൻ വെൻ വി വർ ഡേറ്റിംഗ് അപ്പോഴും ഞാൻ രാഹുലിൻ്റെ അടുത്ത് പറയുമായിരുന്നു, ഇഫ് യു ക്യാൻ ഗിവ് മീ എ ക്വാളിറ്റി ടൈം ആൻഡ് ദാറ്റ്സ് മോർ ദാൻ ഇനഫ് എന്ന് പറയായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും തിരക്കാണ്. ദർ ഈസ് എ ലോട്ട് ഓഫ് ഡിസ്ട്രാക്ഷൻ ഇൻ ദിസ് വേൾഡ്. ആ ടൈമിൽ നിങ്ങൾക്ക് എന്നോട് വന്ന് എൻ്റെ സംസാരം കേൾക്കാനും അല്ലെങ്കിൽ എൻ്റെ ഒരു എവറി ഡേ 60 സെക്കൻഡ് വ്ലോഗ് കാണാനും എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്നോടൊപ്പം തന്നെ നിങ്ങളത് ആ ഒരു ജേർണിയിലേക്ക് ജോയിൻ ചെയ്തതും എന്താ പറയുക, ഇറ്റ്സ് എ ബ്ലെസ്സിങ്. ആർക്കും ഒന്നിനും സമയമില്ലാത്തൊരു ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് എനിക്ക് വേണ്ടി കുറച്ച് നേരം സമയം കണ്ടെത്തുന്നു, അല്ലെങ്കിൽ ഞാൻ പറയാനുള്ളത് നിങ്ങളും കൂടെ കേൾക്കുന്ന സമയത്ത് ഇറ്റ്സ് റിയലി നൈസ് ഫീലിംഗ്. ഐ എം കൈൻഡ് ഓഫ് ലൈക്ക് എൻജോയിങ് ഇറ്റ്. ഇന്നലെ 2 ദിവസം മുന്നേ ഞങ്ങൾ ത്രിഫ്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ. ഈ വീട്ടിൽ കാണുന്ന ഒട്ടുമിക്ക ഫർണിച്ചേഴ്സൊക്കെ ഞങ്ങൾ ത്രിഫ്റ്റ് ചെയ്താണ് വാങ്ങിച്ചത്. വി മൈറ്റ് ബി സ്പെൻഡിങ് എ ലോട്ട് ഓഫ് മണി ഓൺ ഗാഡ്ജറ്റ്സ്. നമ്മൾ ക്യാമറ വാങ്ങിക്കാനും ലാപ്ടോപ്പ് വാങ്ങിക്കാനും അല്ലെങ്കിൽ അതിനൊക്കെ നല്ല സ്പെക്കൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ ഭയങ്കര സ്പെൻഡ് ചെയ്തിട്ടായിരിക്കും വാങ്ങിക്കുക. ബട്ട് വീട്ടിലേക്കുള്ള ഫർണിച്ചേഴ്സിലൊന്നും അധികം നമ്മൾ ഇൻവെസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല. വളരെ ചീപ്പായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഈ കൗച്ചും ഞങ്ങൾ ത്രിഫ്റ്റ് ചെയ്തെടുത്താണ്. ഈ കാണുന്ന ടേബിളും അവിടെ പൂജയ്ക്ക് വെച്ചിരിക്കുന്ന ആ ടേബിളും ഒക്കെ നമ്മൾ ത്രിഫ്റ്റായിട്ട് വാങ്ങിച്ചാണ്. വളരെ ചീപ്പായിട്ട് $5 അത് വാങ്ങിച്ചത്. $5 ഇവിടെ ഒരു കാപ്പി കുടിക്കണമെങ്കിൽ തന്നെ $3 വേണം. അപ്പോൾ ആ സാഹചര്യത്തിൽ $5 ഞാൻ അത് വാങ്ങിച്ചു. സോ കഴിഞ്ഞ ദിവസം നമ്മൾ ത്രിഫ്റ്റ് സ്റ്റോറിൽ ചുമ്മാ കയറിയതാണ് കേട്ടോ. കയറിയപ്പോൾ വി ഫൈൻഡ് എ ക്യൂട്ട് ലിറ്റിൽ ഡിന്നർ ടേബിൾ. രാഹുലിന് എല്ലാ ഫർണിച്ചേഴ്സും ബ്ലാക്ക് കളറിൽ അല്ലെങ്കിൽ ബ്ലാക്ക് കളറിലുള്ള സാധനങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ്. സോ നമ്മൾക്ക് പറ്റിയ പോലത്തെ ഒന്നും കിട്ടിയില്ല. എനിക്ക് കുറേ മുമ്പ് നോക്കിയായിരുന്നു. പിന്നെ അത് 6 seats ഉള്ള ഒരു ഡിന്നർ ടേബിളൊക്കെ ആയിരുന്നു മുമ്പ് കണ്ടത്, അല്ലെങ്കിൽ 4 ടേബിൾ. ബട്ട് അപ്പോഴത്തേക്കും ഈ സ്പേസ് വളരെ കൺജസ്റ്റഡാണ്. എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂം ഭയങ്കരമായി ഡെക്കറേറ്റ് ചെയ്ത് ഭയങ്കരമായി ഫർണിച്ചേഴ്സൊക്കെ ഇട്ടിട്ട് ഭയങ്കര കൺജസ്റ്റഡ് ആയിരിക്കരുത്. എനിക്ക് കുറച്ചുകൂടെ മിനിമൽ ആൻഡ് സ്റ്റിൽ ആ സ്റ്റൈലിഷ് പ്ലേസ് അങ്ങനെ ഒരു കോൺസെപ്റ്റാണുള്ളത്. അപ്പോൾ നമുക്കങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. റാൻഡംലി ചുമ്മാ അങ്ങനെ കയറി നോക്കിയപ്പോൾ
കറക്റ്റ് ഒരു ബ്ലാക്ക് കളറിൽ 2 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ക്യൂട്ട് ഡിന്നർ ടേബിൾ. ഇറ്റ്സ് സോ നൈസ്. ഇവിടെ ആണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് അത് ഫിറ്റും ചെയ്യുന്നുണ്ട്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഞാനെങ്ങനെയാണ് ബഡ്ജറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നതിന് മുമ്പ് വരെ ഞാൻ പേഴ്സണൽ ബഡ്ജറ്റ് ഹാൻഡിൽ ചെയ്യാറുണ്ട്. ബട്ട് ഇപ്പോൾ ഒരുമിച്ചായതുകൊണ്ട് വി ട്രാക്ക് അവർ എക്സ്പെൻസ് ടുഗെദർ. ഞങ്ങളൊരു ആപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. ആ ആപ്പ് വഴി അപ്പോൾ ഉള്ള എക്സ്പെൻസൊക്കെ അപ്പോൾ അപ്ഡേറ്റ് ചെയ്യും. ഇപ്പോൾ രാഹുലാണ് ഗ്രോസറിക്ക് പോകുന്നതെങ്കിൽ അതേ ആപ്പിൽ ഇന്നിപ്പോൾ $200 സ്പെൻഡായി എന്നുള്ളത് അപ്ഡേറ്റ് ചെയ്യും. അല്ലെങ്കിൽ ഞാനാണ് പെട്രോൾ അടിക്കുന്നതെങ്കിൽ ഞാനിപ്പോൾ $50 എന്നുള്ള അപ്ഡേറ്റ് ചെയ്യും. സോ അറ്റ് ദ എൻഡ് ഓഫ് എവറി മന്ത് I'll take a print out of it just like this. ഇപ്പോൾ ഇത് ഏപ്രിൽ മന്തിലാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഒരുമിച്ചുള്ള എക്സ്പെൻസൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതുകൂടാതെ പേഴ്സണൽ എക്സ്പെൻസ് ഞാൻ അറ്റ് എവറി മന്ത് എൻഡ് ഞാൻ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാറുണ്ട്. ഇപ്പം ഏപ്രിൽ അപ്ഡേറ്റ് ആയിട്ടില്ല, അതിന് അപ്ഡേറ്റ് ആകാൻ കുറച്ചുകൂടെ ദിവസം എടുക്കുന്നത്. ഇപ്പോൾ ലാസ്റ്റ് മാർച്ചിലാണ്. അപ്പോൾ 2 രീതിയിലും എടുക്കും. ഒന്ന് ചെക്കിങ് അക്കൗണ്ടിലും എടുക്കും, അതുപോലെ ക്രെഡിറ്റ് അക്കൗണ്ടിലെയും ഞാൻ എടുക്കും. എന്നിട്ട് അനലൈസ്, എന്നിട്ട് ടോട്ടലാക്കും. ഞാൻ എല്ലാത്തിനും സെക്ഷനായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങളെ നമ്പർ കാണിക്കാതെ ഞാൻ എങ്ങനെ കാണിക്കും? ജസ്റ്റ് ഇവിടെ നോക്കുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. മന്ത് എൻഡിൽ എൻ്റെ ഇൻകം, രാഹുലിൻ്റെ ഇൻകം, വേറെ എക്സ്ട്രാ ഇൻകംസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ടാക്സ് റിട്ടേൺസ് ഉണ്ടെങ്കിൽ നമ്മൾ 2 പേരുടെയും അത് ഞാൻ എന്ത് ചെയ്യും, റെക്കോർഡ് ചെയ്യും. പിന്നെ എക്സ്പെൻസ് ഞാൻ 2 രീതിയിലാണ് കാര്യങ്ങൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് നീഡ്സും മറ്റൊന്ന് വാണ്ട്സും. ഇതിനകത്ത് നീഡ്സ് ആണെങ്കിൽ ഇറ്റ് ഈസ് മാൻഡേറ്ററി ടു പേ ഓൾ ദിസ് ബിൽസ് അല്ലേ. ഇത് വരുമാനം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ കാണുന്ന ബിൽസൊക്കെ നമുക്ക് പേ ചെയ്യണം. റെൻറ്റ്, വാട്ടർ, ഫോൺ, കാർ പേയ്മെൻറ്റ്, ഇൻഷുറൻസ്, ഇലക്ട്രിസിറ്റി, ഗ്യാസും ഹീറ്റിനും ഒക്കെ. മെഡിസിൻ ഈസ് നോട്ട് റിയലി എ നീഡ്, ബട്ട് എന്തെങ്കിലും മെഡിക്കൽ എക്സ്പെൻസ് വന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് എ നീഡ്. അതുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ ഇത് ആഡ് ചെയ്തത്. ആൻഡ് വാണ്ട്സിൽ പെട്രോള്, ഗ്രോസറീസ്, ക്ലീനിങ് സപ്ലൈസ്, ഡൈനിങ്, അങ്ങനെയുള്ള എല്ലാ കാറ്റഗറീസും ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇവിടെ ടോട്ടൽ ഞാൻ കാണും. ആൻഡ് സേവിങ്സിലാണെങ്കിൽ ഞങ്ങൾ വെക്കേഷൻ എന്തെങ്കിലും പോകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന് എമർജൻസി ഫണ്ട് മാൻഡേറ്ററി ഇവിടെ വന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്തൊരു ഹാബിറ്റാണ്. മാൻഡേറ്ററി ആയിട്ട് വെഡ്ഡിങ് എമർജൻസി ഫണ്ടിലേക്ക് എല്ലാ മാസവും എന്ത് ബില്ല് അടച്ചാലും ഇല്ലെങ്കിലും ഒരു ചെറിയ ഒരു തുകയെങ്കിലും ഞാൻ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യും. ആൻഡ് ഓഫ് കോഴ്സ് വെഡ്ഡിങ്ങിനെ കുറിച്ച് വലിയ പ്ലാനൊന്നും ഇല്ല, ബട്ട് ചുമ്മാ ഒരു കാറ്റഗറി ഇട്ടിട്ടുണ്ട്, ഒരു സേവിങ്സ് പ്ലാൻ. ഇതിനൊക്കെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെക്കേഷൻ പോകുന്നുണ്ടോ, വെഡ്ഡിങ് ഉണ്ടോ എന്നുള്ളതല്ല, ഒരു സേവിങ്സ് ഹാബിറ്റ് കൊണ്ടുവരിക എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തത്. ഇതിൻ്റെ സേവിങ്സിൻ്റെ ഒരു ടോട്ടൽ കാണും അറ്റ് ദ എൻഡ് ഓഫ്. പിന്നെ ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പെൻസാണ് കാണുന്നത്. എനിക്ക് മാത്രമായിട്ട് എന്തെങ്കിലും ട്രാൻസ്പോർട്ടേഷനും ക്ലോത്തിങ്ങിനും അല്ലെങ്കിൽ വീട്ടിലേക്ക് അയച്ചു കൊടുക്കുന്നതും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റ് ഗിഫ്റ്റ്സ് അങ്ങനെയൊക്കെ വാങ്ങിച്ചതൊക്കെ ഞാനിവിടെ കൊടുക്കും. അതിൻ്റെ ടോട്ടൽ കാണും. ആൻഡ് ഇൻ മൈ പേഴ്സണൽ അക്കൗണ്ട് ഇതുപോലെ തന്നെ ഒരു എമർജൻസി ഫണ്ട്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ട്രാക്ക് ചെയ്യാറുണ്ട്. ഇതിന് താഴെ ഈ ഫയൽ ആക്ച്വലി ഞാൻ രാഹുലായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. സോ ഹി ക്യാൻ അനലൈസ് ടു. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ദാറ്റ് യു ക്യാൻ സീ നമ്മൾ എവിടെയാണ് കൂടുതലായിട്ട് സ്പെൻഡ് ചെയ്യുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം ഒരു ഉദാഹരണം പറയാം. ഞങ്ങൾക്ക് പെട്രോൾ അടിക്കണമല്ലോ. ജാനുവരി മന്ത് മാത്രം നമ്മൾക്ക് പെട്രോള് $230 വേണ്ടി വന്നു. ബട്ട് അറ്റ് ദാറ്റ് ടൈം ഈ മാസം ഏപ്രിൽ അവസാനം ആകുമ്പോഴത്തേക്കും അത് $80. എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ജാനുവരിയിൽ ഇവിടെ ഭയങ്കര മഞ്ഞാണല്ലോ. അപ്പോൾ കാറ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു അരമണിക്കൂർ മുമ്പായിട്ടൊക്കെ കാറ് സ്റ്റാർട്ട് ചെയ്തിടേണ്ടതായിട്ട് വന്നു, കാറ് വാം ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇറ്റ് കൺസ്യൂംസ് ഫ്യൂവൽ. അതുകൊണ്ട് ആ ഒരു മാസം മാത്രം $230 പെട്രോളിന് ചിലവായി. ബട്ട് ഏപ്രിലെത്തിയപ്പോൾ $80 കൂടുതൽ മൈലേജ് കിട്ടുന്നുണ്ട്. ഇറ്റ്സ് വെരി ഡിസപ്പോയിൻറ്റിങ്. ഞാൻ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞ പോലെ നമ്മളെ ഇതൊന്നും സ്കൂളിലോ ഈ ബേസിക് ലൈഫ് സ്കിൽസ് ഒന്നും പഠിപ്പിച്ചു തരാത്ത വളരെ മോശപ്പെട്ടൊരു കാര്യമാണ്. ബട്ട് ഇതൊക്കെ ഞാൻ ഇവൻച്വലി പഠിച്ചെടുത്ത കാര്യങ്ങളാണ്. എനിക്ക് ഇതൊക്കെ ഇങ്ങനെ ചെയ്യാനും ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു.
നല്ല ചൂടുണ്ട്. ഷവർമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള പിത്ത ബ്രെഡ് എൻ്റെ അടുത്തുണ്ട്. സോ പിത്ത ബ്രെഡ് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനകത്ത് ഉള്ള ബാക്കിയുള്ള എല്ലാ ഫില്ലിങ്ങും വെച്ച് കൊടുക്കാം കേട്ടോ. കുറച്ച് വെജീസ് ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ലെറ്റ്യൂസ് ഉണ്ട്. സോ സം ലെറ്റ്യൂസ് ഒരുപാട് ഇടുന്നില്ല, ബിക്കോസ് ഇറ്റ്സ് ഗോയിങ് ടു ബി വെരി ഹെവി. ഇത് കടിക്കാൻ തന്നെ ബുദ്ധിമുട്ടാവും. കുറച്ച് ബെൽ പെപ്പേഴ്സ്, കുറച്ച് ഒനിയൻസ്, പിന്നെ കുറച്ച് ക്യാരറ്റ് ഉണ്ട്, പിന്നെ കുറച്ച് ക്യാബേജ് ഉണ്ട്, മേയോ, സിറാച്ച, ഗാർലിക് പൗഡർ, കുറച്ച് ഇറ്റാലിയൻ സീസണിങ്, പിന്നെ കുറച്ച് ദിൽ. ഇതുകൂടെ ആഡ് ചെയ്തിട്ട് ഒരു എൻ്റെ രീതിയിലൊരു ഡ്രസ്സിങ് ഉണ്ടാക്കുകയാണ് ഞാൻ. ഇങ്ങനെ കൂടെ വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം ദിസ് ഇസ് ഡൺ. ഇത്രേ ഉള്ളൂ. അപ്പോൾ എൻ്റെ കസ്റ്റമൈസ്ഡ് ഷവർമ റെഡി ആയിട്ടുണ്ട്. ഇറ്റ്സ് നോട്ട് റിയലി എ വെരി ട്രഡീഷണൽ വേ. ഞാൻ അങ്ങനെയല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാനൊരു ഷവർമ ഉണ്ടാക്കിയിട്ടുണ്ട്. ഐ എം ഗോയിങ് ടു ഈറ്റ് ഇറ്റ്. പക്ഷെ ഇതെങ്ങനെ എടുത്ത് കഴിക്കും? അതെ, ഞാൻ മര്യാദയ്ക്ക് കഴിച്ചിട്ട് വരാം. അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ടാസ്ക് ആണല്ലോ. കുറച്ച് കഴിയുമ്പോൾ ഞാൻ അതൊക്കെ കൂട്ടിക്കുഴച്ച് ഇങ്ങനെ കഴിക്കുന്നത് നിങ്ങൾ കാണും. ചിക്കൻ ഒരുപാട് നേരം ഫ്രൈ ചെയ്യാത്തതുകൊണ്ടും ജ്യൂസി ആയിട്ടുണ്ട്. എനിക്ക് ഈ പാകം ഇഷ്ടമായി. ഇന്നലെ ആണെങ്കിൽ ഞാൻ ടെമൂന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇന്നലെയാണ് ഡെലിവറി ചെയ്തത്. അപ്പം ഞാൻ നിങ്ങൾക്ക് എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്ന് ആക്ച്വലി ഞാൻ കാണിച്ചു തരാം കേട്ടോ. കിച്ചണിലേക്കുള്ള ഫസ്റ്റ് ഓർഗനൈസർ, ഈ ടിഷ്യൂ ഹോൾഡ് ചെയ്യുന്ന സ്റ്റാൻഡ് നമ്മൾ ഇവിടെ താഴെയാണ് വെച്ചുകൊണ്ടിരുന്നത്. സോ ഐ ജസ്റ്റ് ഇവിടത്തേക്ക് മൂവ് ചെയ്തു. അപ്പോൾ കുറച്ചുകൂടെ കൗണ്ടറിൽ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ കട്ടിംഗ് ബോർഡ് വെക്കാനായിട്ട് 4 സ്റ്റാൻഡ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. സോ വിച്ച് ഈസ് നൈസ്. പിന്നെ വല്ലതും ഇങ്ങനെ അരിഞ്ഞ് അപ്പോൾ വരുന്ന വേസ്റ്റുകളൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഗാർബേജ് ബിൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഫോൾഡ് ചെയ്ത് മടക്കി വെക്കാനും പറ്റും. സോ ഐ കൈൻഡ് ഫൈൻഡ് ഇറ്റ് വെരി നൈസ്. ദിസ് ഈസ് ഓൾസോ വെരി നൈസ്. ഈ വെൽക്രോ വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഈ കാണുന്ന എല്ലാ ഗാഡ്ജറ്റ്സിലും ഇപ്പോൾ എങ്ങനെയാണ് അപ്പോൾ പറഞ്ഞുതരാം. കണ്ടില്ലേ, ഇതൊക്കെ ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ വയറുകളെല്ലായിടത്തും കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇത് വാങ്ങിച്ചിട്ട് അപ്പോൾ വെൽക്രോ വെച്ചിട്ട് ഇതെങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ വേറൊന്ന് വാങ്ങിച്ചത്, ഇപ്പം ഞങ്ങൾക്കിവിടെ 3 ലാപ്ടോപ്പാണേ. രാഹുലിൻ്റെ ഒരു പേഴ്സണൽ ലാപ്ടോപ്പ്, എനിക്കൊരു പേഴ്സണൽ ലാപ്ടോപ്പ്, പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉപയോഗിച്ച് വന്നു. അതുകൂടാതെ നമുക്ക് ഇതുണ്ട്. അപ്പോൾ ഇത് വെക്കാൻ ഇവിടെ മൊത്തത്തിൽ സ്പേസ് വളരെ കുറവാണ്. അപ്പോൾ ഇതിങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സ്റ്റാൻഡ് കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. ദിസ് വൺ. അപ്പോൾ 2 ഗാഡ്ജറ്റ്സും ഇതിനകത്ത് വെക്കാൻ പറ്റും. കുറേ ഗാഡ്ജറ്റ്സും അതിന് കുറേ കണക്ഷൻ കൊടുക്കുന്ന വയറുകളും അവിടെ ഇവിടെയാണ്. അപ്പോൾ ഞാൻ ഇത് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സാധനം വാങ്ങിച്ചു. പിന്നെ ഇവിടെ ഇങ്ങനെ ഇരിക്കും. എഗെയിൻ ഒരു ടിഷ്യൂ വെക്കാനുള്ള ഒരു ഹോൾഡർ വാങ്ങിച്ചിട്ടുണ്ട്. ദെൻ ഈ ഒരു സ്റ്റാൻഡും വാങ്ങിച്ചിട്ടുണ്ട്. എത്ര ദിവസം എനിക്ക് നിൽക്കുന്ന അറിയില്ല. ഇത് 2 വാങ്ങിച്ചു. ഈ ഒരു സാധനം ഞാൻ മേക്കപ്പ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഈ കോട്ടൺസ് ഉപയോഗിക്കുമല്ലോ, അപ്പോൾ ഇതിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ടൊരു സാധനം വാങ്ങിച്ചു. പിന്നെ ഇത് 2 വാങ്ങിച്ചു. ഇത് ഫോണിന് പുറകിലൊട്ടിച്ച് വയ്ക്കാൻ പറ്റുന്നൊരു സാധനമാണ്. പിന്നെ നമ്മുടെ എക്സ്റ്റൻഷൻ ബോർഡ് ഈ ടേബിളിന് താഴെ സ്റ്റിക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഹോൾഡറാണിത്. ഇത് വാങ്ങിച്ചിട്ടുണ്ട്. ക്യാപ്പുകൾ വെക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒരു ചെറിയൊരു ഹാങ്ങർ വാങ്ങിച്ചിട്ടുണ്ട്. അതിൽ ബാഗുകളൊക്കെ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു ഹാങ്ങർ വാങ്ങിച്ചിട്ടുണ്ട്.
ഇത് കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്ത ബാച്ച് എണ്ണ കാച്ചേണ്ട സമയമായിട്ടാണ്. എന്തായാലും ഇത് കംപ്ലീറ്റായി ഫിനിഷ് ചെയ്തിട്ട് ബാക്കി നമുക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. ഇത് സാധാരണ ഞാൻ വേറെ ബൗളിലെടുക്കും, പക്ഷേ ഇപ്പോൾ എനിക്ക് ഇത്തിരി മടിയുണ്ട്. അതുകൊണ്ട് ഒരുപാട് കമൻറ്റ് സെക്ഷനിൽ എനിക്ക് ഒരുപാട് ആൾക്കാർ റിക്വസ്റ്റ് ചെയ്യുന്നു ഹോം ടൂർ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ എല്ലാ ദിവസത്തെ വീഡിയോയിലും നിങ്ങൾ എൻ്റെ ഈ വീടിൻ്റെ മുക്കും മൂലയും ഒക്കെ കാണുന്നതല്ലേ. അപ്പം അത് കൂടാതെ ഒരു ഹോം ടൂറിൻ്റെ ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബിലോ, നമുക്ക് പരിഗണിക്കാം. ഞങ്ങളുടെ സൺഡേ റുട്ടീനിൽ ഞങ്ങൾക്ക് 2 പേർക്കും ഒരുപോലെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഈ ഓയിൽ ബാത്ത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര റിലാക്സിങ് ആൻഡ് കാമിങ് ആണ്. അതുപോലെ തന്നെ രാഹുലിന് ഇങ്ങനെ എണ്ണ തേച്ച് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് നമ്മുടെ റോബനെ റൺ ചെയ്യിപ്പിക്കാം. വീക്കെൻഡിലും 1-2 ഇൻ എ വീക്കൊക്കെയാണ് നമ്മളിവനെ കൊണ്ട് പണി ചെയ്യിപ്പിക്കുന്നത്. കുറേ പേര് എന്നോട് ചോദിച്ചു ഇത് ഭയങ്കര യൂസ്ഫുള്ളാണോ എന്ന്. എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. കാരണം ഒരു വീക്കെൻഡ് മാത്രമൊക്കെ ആയിരിക്കും നമ്മൾ ഒരുമിച്ച് ഉണ്ടാകുന്നത്. ആ സമയത്ത് അടിക്കാനും തുടയ്ക്കാനും കുക്ക് ചെയ്യാനും ലോണ്ട്രി ചെയ്യാനും ഗ്രോസറി ചെയ്യാനും മാത്രമേ സമയം ഉണ്ടാവുള്ളൂ. ഒന്നും മര്യാദയ്ക്ക് വീട്ടിലൊന്ന് റിലാക്സ് ചെയ്യാൻ ടൈം ഉണ്ടാവില്ല. അപ്പോൾ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുള്ളാണ്. ഇവനിങ്ങനെ ഒട്ടിച്ചാൽ മതി. പിന്നെ നമ്മുടെ വീട്ടിലധികം ചവറുകളൊന്നും ഇല്ലല്ലോ, അപ്പോൾ ഭയങ്കര വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യാറുണ്ട്. ടെക്നിക്കലി ഇവൻ ഇവിടെ ഇരിക്കുന്നതായിട്ടാണ് ഇതിനകത്ത് സീനിൽ കാണിക്കുന്നത്, വീടിൻ്റെ മറ്റൊരു എൻഡിൽ. പക്ഷേ നമ്മൾ വീട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ എന്താ എൻ്റെ വീട് തന്നെയാണോ എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. എനിക്കെന്നെ മനസ്സിലാവുള്ളത് എന്താ അപ്പോൾ അത് വീട് ഇങ്ങനെ യെസ് തലതിരിഞ്ഞു പോയി. ഇപ്പോൾ ഇതിപ്പോൾ ഹാളിലിരിക്കുന്നതായിട്ട് അവൻ റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്നത്, പക്ഷെ ഇവിടെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. റൺ ചെയ്ച്ച് നോക്കാം. സ്വീപ്പ് കൊടുക്കുകയാണ്. സ്ട്രോങ് അല്ലെങ്കിൽ മാക്സ് കൊടുത്തിട്ട് ഞാൻ റൺ ചെയ്യിക്കുക കേട്ടോ. pretty much ഇത്രേ ഉള്ളൂ ചെയ്യാൻ. ഇവന് വണ്ടി ഓടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തുള്ള സാധനങ്ങളൊക്കെ മാറ്റണം. ഞാൻ കുളിച്ചു. ഇനി ഞാനൊന്ന് എയർ ഡ്രൈ ചെയ്തിട്ടുണ്ട് ഒരു 70-80%. എന്നിട്ട് ബ്ലോ ഡ്രൈ ചെയ്യണം. ബ്ലോ ഡ്രൈ ചെയ്യുന്ന എൻ്റെ ഒരു ഡെയിലി റുട്ടീനോ അങ്ങനെയൊന്നും അല്ല കേട്ടോ. വീക്ക്ലി പോലും ചെയ്യില്ല. ഇത് പുതിയതായി വാങ്ങിച്ച സാധനമാണ്. പ്രിറ്റി മച്ച് എൻ്റെ ഹെയർ എപ്പോഴും ഭയങ്കര വേവിയാണ്. എനിക്ക് അങ്ങനെ തന്നെ ഇരിക്കുന്നത് തന്നെയാണ് ഇഷ്ടം. ചില സമയങ്ങളിൽ തോന്നില്ലേ പുട്ട് ടുഗെദറായിട്ടൊക്കെ ഇരിക്കണമെന്നൊക്കെ, അങ്ങനെയുള്ളപ്പോൾ മാത്രമായിരിക്കും ഞാനിത് ചെയ്യേണ്ടാവുക കേട്ടോ. എന്തായാലും നിങ്ങളെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാൻ നിങ്ങളെ എൻ്റെ ബ്ലോ ഡ്രൈ റുട്ടീനും കൂടെ കാണിച്ചു തരാമെന്ന് ചോദിച്ചു. മുടി ഒരു 5 സെക്ഷൻ ആക്കാറാണ് പതിവ്. 5 സെക്ഷനായിട്ട് എത്ര തവണ ഓരോ സ്മാൾ പാർട്ടീഷൻ എടുക്കാൻ പറ്റും അത്രയും നല്ലതാണ്. ബട്ട് ഞാൻ അത്രയും മെനക്കെടാറൊന്നുമില്ല. ഇത് പിന്നെ ടച്ച് ചെയ്യണ്ട. ഞാൻ പുറകിലോട്ട് എടുത്തിട്ട് ഒന്ന് ഹോൾഡ് ചെയ്ത് വയ്ക്കും. ബാക്കിയുള്ള മുടി ഓക്കെ ആക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ ഒന്നും ടച്ച് ചെയ്യുന്നില്ല. ഞാൻ പോയിട്ട് പെട്ടെന്ന് പോയി ഒന്ന് റെഡി ആയിട്ട് വരാം. എന്നിട്ട് ഈ ഹീറ്റ് ഒന്ന് മാറുന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് സിറം തേച്ച് കൊടുത്തിട്ട് ഒന്ന് സെറ്റ് ചെയ്യാം കേട്ടോ. സിറം ഉപയോഗിക്കാം. എപ്പോഴും ഇങ്ങനെ തലയുടെ മുകളിൽ നിന്ന് തേച്ച് കൊടുക്കരുത്. കാരണം സ്കാൽപ്പൊക്കെ എന്താവും പെട്ടെന്ന് ഓയിലി ആവാൻ സാധ്യതയാണ്. അപ്പം ഞാൻ മുട്ടയുടെ കളർ മാത്രം കുഴപ്പമില്ല. എന്താണെന്നറിയില്ല, സഡൻലി അവിടെ ഇവിടെയൊക്കെ ഒരു പിമ്പിൾ വന്നിട്ടുണ്ട്. പുറത്ത് പോയിട്ട് നമുക്ക് വീട്ടിലേക്ക് കുറച്ച് ഫ്ലവേഴ്സ് വാങ്ങിക്കാം. കുറച്ച് അധികം ദിവസമായി ഫ്ലവേഴ്സൊക്കെ വാങ്ങിച്ചിട്ട് വരാം. ഞങ്ങൾ ഒരുമിച്ച് മൂവ് ഇൻ ചെയ്തിട്ട് ഇപ്പോൾ എത്രയായി ഇന്നത്തേക്കൊക്കെ ആയിട്ട്? It's been 3 months now. Sorry, it's been 6 months now.
സോ അതിനാണ് ലൈഫിൽ ഉള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണ്ടേ, അപ്പോഴല്ലേ അതിൻ്റെ ഒരു ഇതുണ്ടാവുള്ളൂ. സോ ഞാൻ വിചാരിച്ചു ശരി പോയി ഫ്ലവേഴ്സ് ഒക്കെ ഒന്ന് വാങ്ങിച്ചിട്ട് വരാം. അല്ലാതെ വേറെ പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ല. എന്തായാലും ഹോപ്പ്ഫുള്ളി ഈ വീഡിയോ ഞാൻ നാളെ രാവിലെ ഞാൻ എന്തായാലും എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ആൻഡ് പുതിയൊരു മാറ്റം ഞാൻ വരുത്തിയിരിക്കുന്നത് പ്രിറ്റി മച്ച് ഞാൻ ഇപ്പോൾ കുറേ ആയിട്ട് എന്താ ചെയ്യുന്നത്, എല്ലാ ദിവസവും ഷോർട്സ് ഇടും. ആഴ്ചയിൽ ഒരു 2-3 വീഡിയോ വരെ യൂട്യൂബ് ലോങ് വീഡിയോ ആയിട്ടൊക്കെ ചെയ്യാറുണ്ട്. സോ ഞാൻ വിചാരിച്ചു അതിങ്ങനെ റാൻഡംലി എപ്പോഴെങ്കിലും ഒക്കെയാണ് ഇടുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഐ സ്റ്റിക്ക് ടു എ പ്ലാൻ. എല്ലാ ട്യൂസ്ഡേയ്സും സൺഡേയ്സും വീഡിയോ നമ്മൾക്ക് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. റോഡിൽ വലിയ തിരക്കൊക്കെ ഇല്ല, ബട്ട് ഇന്ന് വീക്കെൻഡാണ്. നമ്മളുടെ ടൗൺ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് കൂടെയാണ്. അപ്പൊ ടൗണിൽ നിന്ന് GTA എന്നൊക്കെ ടൊറന്റോ സൈഡിൽ നിന്നൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഇങ്ങോട്ട് വരും. സ്പ്രിംഗ് സീസൺ ആയിട്ട് ഇവിടെ എല്ലാ സ്റ്റോഴ്സിലും, എല്ലാ ഗ്രോസറി സ്റ്റോഴ്സിലും ഫ്ലവേഴ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ക്രിസ്മസിനാണെങ്കിൽ ക്രിസ്മസ് ട്രീ വരും, ക്രിസ്മസ് ഡെക്കോസ് വരും. ഫോൾ ആണെങ്കിൽ പംകിൻ വരും, ഹലോവിൻ ഡെക്കോസ് വരും. അതുപോലെ ഇപ്പോൾ സ്പ്രിംഗ് ആയതുകൊണ്ട് വീട്ടിൽ തൂക്കിയിടാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ പാർക്കിംഗ് സ്പോട്ട് ഒക്കെ എപ്പോഴും നമുക്ക് അങ്ങനെ അടുത്ത സ്പോട്ട് കിട്ടില്ല. സോ വൈ നോട്ട് ഹിയർ. ഇപ്പം എല്ലായിടത്തും തൂക്കിയിടുന്ന പോലത്തെ ഫ്ലവേഴ്സ് വന്നിട്ടുണ്ട്. ഗാർഡനിങ് ഒക്കെ ഇപ്പോൾ ആൾക്കാർ ചെയ്യാൻ തുടങ്ങി. തക്കാളി, കുക്കുംബർ, ബീറ്റ്റൂട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ അവരുടെ ഒരു സീസണാണ്. അപ്പം എല്ലാവരുടെയും ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ എന്തായാലും പോയിട്ട് ഫ്ലവേഴ്സ് വാങ്ങിച്ചിട്ട് വരാം. ഇവിടുത്തെ ഷോപ്പിലുള്ള എല്ലാ സാധനങ്ങളും മാറി കേട്ടോ. സമ്മർ ഓറിയൻറ്റഡ് ആയിട്ടും എല്ലാം മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് സ്പ്രിങ്ങിന് വേണ്ടി കുട, ഇതിനു മുമ്പൊന്നും ഇവിടെ കുടയൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാ സാധനങ്ങളും ഇവിടെ എടുത്ത് മാറ്റി. നല്ല ടോപ്പ്, ഒരു ക്യൂട്ട് ഡ്രസ്സസ് കോട്ടൻ്റെ. ഈ സിമിലർ പാറ്റേൺ ഒക്കെ നമ്മളുടെ ജിയോയിലും എന്താ പറയുക വെസ്റ്റ് സൈഡിലും ഒക്കെ ഞാൻ ഇങ്ങനത്തെ കണ്ടിട്ടുണ്ട്. കോമഡി എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ആക്ച്വലി മെയ്ഡ് ഇൻ ബാംഗ്ലാദേശ്. കാനഡയിൽ വന്നിട്ട് നമ്മുടെ തൊട്ടടുത്ത രാജ്യം അല്ലെങ്കിൽ ഇന്ത്യയിലൊക്കെ ഉണ്ടാക്കിയ സാധനങ്ങൾ തന്നെയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഒട്ടുമിക്ക എല്ലാം നമുക്ക് നോക്കടാ ഉണ്ടല്ലേ. ദിസ് ഇസ് ബംഗ്ലാദേശ്. യെസ്, ദിസ് ഇസ് ഓൾസോ ബംഗ്ലാദേശ്. ഈ ലക്ക് ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇത്തവണ ഈ സ്പ്രിങ്ങിന് എന്തെങ്കിലും ഒരു പ്ലാന്റ് വാങ്ങിക്കാമെന്ന് വിചാരിക്കുന്നു. നോക്കട്ടെ. Those flowers, it's beautiful. ചെമ്പരത്തി നോക്കിയേ. ഇതൊച്ചൻ്റെ ഈ പൂഭാഗം ഇങ്ങനെ ഒടിഞ്ഞു പോകാതിരിക്കാനായിട്ട് നമ്മൾ അത് ഇങ്ങനെ പോക്ക് ചെയ്ത് കൊടുക്കുന്നു പറയാറുണ്ട്. അപ്പം ഞാനതൊന്ന് ചെയ്യട്ടെ. ഇതാണ് ഞാൻ എൻ്റെ കോവർക്കറിന് വാങ്ങിച്ചത് വാളറ്റ്. കാർഡ്സ് ഒക്കെ വെക്കാൻ പറ്റുന്ന പോലത്തെ. സോ പിന്നെ ഇത്രേ ഉള്ളൂ ഗൈസ്. ഐ എം ഗോണ വൈൻഡ് അപ്പ് ദിസ് വീഡിയോ. ഹോപ്പ്ഫുള്ളി ഞാൻ ഇന്ന് തന്നെ ഇത് എഡിറ്റ് ചെയ്തിട്ട് നാളെ എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ ഞാൻ ഇത് അപ്ലോഡ് ചെയ്തിരിക്കും. സോ എല്ലാ
ഞായറാഴ്ചയും എല്ലാ ചൊവ്വാഴ്ചകളിലും നിങ്ങൾ എന്നെ കാണുന്നതായിരിക്കും. If you don't see me, you know where to find me, right? So keep me accountable. എല്ലാ ഞായറാഴ്ചകളിലും എല്ലാ ചൊവ്വാഴ്ചകളിലും ഒരു ലോങ് വീഡിയോ ആയിട്ട് ഞാൻ വരാം. സോ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.